നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തൊട്ട് ചെറിയ കംപ്ലയിൻറ്റ്സ് വന്നു തുടങ്ങുന്നു. എന്തായിരിക്കും കാരണം? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അനുഷ വിജയനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ക്ലച്ച് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ പ്രോബ്ലം ഉണ്ട്, മുമ്പ് പ്രശ്നമില്ലായിരുന്നു, എനി സൊല്യൂഷൻ? ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ടാക്കിയാൽ പിന്നെ ഗിയർ വീടില്ല. ഇതായിരുന്നു ഞാൻ ചെയ്തിരുന്നൊരു ടോപ്പിക്. ആ ടോപ്പിക്കിന് വന്നൊരു കമൻറ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്, വാഹനത്തിൻ്റെ, അതായത് ഈ പറഞ്ഞ വ്യക്തിയുടെ വാഹനത്തിൻ്റെ ക്ലച്ച് മാറിയതിന് ശേഷം തൊട്ട് ഗിയർ വീഴുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ക്ലച്ച് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഏത് വാഹനമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയാന്ന് പറയുകയാണെങ്കിൽ എളുപ്പമുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ക്ലച്ച് മാറിയെന്നും കൂടെ പറയുകയാണെങ്കിൽ, ഇനി ആരെങ്കിലും ഇതുപോലൊരു സംശയമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് അസംഷനിൽ തന്നെ പോകാം. ഈ വാഹനത്തിൻ്റെ ക്ലച്ച് മാറി. അപ്പോൾ ക്ലച്ച് മാറാനുള്ളൊരു കാരണം പലതായിരിക്കാം. കാരണം ഒന്നെങ്കിൽ ഓവറായിട്ടുള്ള വെയർ വന്നിട്ടോ, അല്ലെങ്കിൽ പഠിക്കാൻ ക്ലച്ച്, അതായത് കാല് വെച്ച് ഓടിച്ച് പഠിച്ച് ചിലപ്പോൾ ക്ലച്ച് തീർത്തതാകാം. ഇതിലേതെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതിലേതെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ക്ലച്ച് തീർന്നു, ക്ലച്ച് റീപ്ലേസ് ചെയ്തു. ക്ലച്ച് മാറിയതിന് ശേഷം ഗിയർ വീഴുന്നില്ലെങ്കിൽ പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ക്ലച്ചിൻ്റെ പ്ലേ കറക്റ്റ് അല്ലെങ്കിൽ ഓവറായിട്ടുള്ള പ്ലേ കിടക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ക്ലച്ച് ഡിസെൻഗേജ് ആകാതെ വരുന്നുണ്ടെങ്കിൽ ഗിയർ വീഴത്തില്ല. അത് 100% ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ക്ലച്ചിനകത്ത് വരുന്ന ഫ്ലൈ വീൽ, അതായത് ഫ്ലൈ വീലിനകത്ത് വരുന്ന ഒരു ബെയറിംഗ് ആണ് പൈലറ്റ് ബെയറിംഗ് എന്ന് പറയുന്ന ബെയറിംഗ്. ഈ ബെയറിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റക്ക് ആവുമോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗിയർ വീഴത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് റീപ്ലേസ് ചെയ്തതിൻ്റെ സമയത്ത് എപ്പോഴും ഫ്ലൈ വീലിൻ്റെ ബെയറിംഗ് മാറി വീഴണമെന്ന് ഞാൻ എല്ലാ വീഡിയോസിനും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ക്ലച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ ഞാൻ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സാധനത്തിന് വില കുറവാണ്, അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഫ്ലൈ വീൽ ഫുൾ അഴിച്ചെടുത്ത് പുറത്തോട്ട് വെച്ച് വേണം ഈ ഒരു ബെയറിംഗ് മാറാൻ. അത് പലരും ബുദ്ധിമുട്ടായിട്ട് കാണുന്നുള്ളതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാൻ മിക്കവാറും പലരും മടി കാണിക്കും. അങ്ങനെ ചെയ്താലും ഈ പറയുന്ന പോലെ ക്ലച്ചിന് ഗിയർ വീഴാൻ വേണ്ടി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇനി ക്ലച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരോട് പറയണം, ഫ്ലൈ വീലേ വരുന്ന ബെയറിംഗ് റീപ്ലേസ് ചെയ്തിരിക്കണം. അത് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ ഗിയർ വീഴാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. പ്രോപ്പറായിട്ടുള്ള ഗിയർ എൻഗേജ് ആകത്തില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് നോക്കാനാണെങ്കിൽ, വാഹനം ഓഫായിരിക്കുന്ന സമയത്ത് ഗിയർ വീഴും, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ വീഴാതെ വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, കൊണ്ട് കാണിച്ച് ആ വാഹനം ക്ലിയർ ചെയ്യണം. എന്തുകൊണ്ടാണ് ഗിയർ വീഴാത്തതെന്നുള്ള കൺഫേം ആക്കണം. മിക്കവാറും ക്ലച്ചിൻ്റെ പ്ലേ കൂടുതലായിട്ട് പ്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗിയർ വീഴും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലൈ വീലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അതും ഒരു പ്രോബ്ലം തന്നെയാണ്. അതായത് ഫ്ലൈ വീലിൽ വരുന്ന ബെയറിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ കൊണ്ട് കാണിച്ച് അടുത്ത് തന്നെയാണ് അത് മാറിയിട്ടുള്ളതെങ്കിൽ അവരത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് കൊണ്ട് കാണിക്കാൻ ശ്രമിക്കുക.